ഇന്നത്തെ വീഡിയോ CBC 10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന ചാപ്റ്ററിലെ 5ാമത്തെ ചാപ്റ്ററാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എക്സസൈസ് 5.1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഡസ് ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻവോൾവ് മേക്ക് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് വൈ? ഈ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കുമോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ 4 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ട് തേർഡ് ക്വസ്റ്റ്യൻ മുതൽ ചെയ്യുന്നു. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, ദ കോസ്റ്റ് ഓഫ് ഡിഗിങ് എ വെൽ ആഫ്റ്റർ എവരി മീറ്റർ ഓഫ് ഡിഗിങ് വെൻ ഇറ്റ് കോസ്റ്റ് ₹150 ഫോർ ദ ഫസ്റ്റ് മീറ്റർ ആൻഡ് റൈസസ് ബൈ ₹50 ഫോർ ഈച്ച് സബ്സീക്വൻറ്റ് മീറ്റർ. അപ്പോൾ ഓരോ മീറ്ററിൽ 50 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 1 മീറ്റർ, അതിനെ നമുക്ക് A1 എന്നെടുക്കാം. ഫസ്റ്റത്തെ A1 ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് ഡിഗിങ് ദ വെൽ ഫോർ 1 മീറ്റർ. A1 ഈസ് ഈക്വൽ ടു നമുക്ക് 150 എന്ന് കിട്ടി. ഇനി ദ കോസ്റ്റ് ഓഫ് ഡിഗിങ് ദ വെൽ for 2 meter, A2 equal to 150 plus 50 equal to 200. A3, അതായത് the cost of digging the well for 3 meter. A3 എന്ന് പറയുന്നത് ആദ്യമുള്ളത് A2 200 ആണ്. അപ്പോൾ 200 plus 50 equal to 250. The cost of digging the well for 4 meter, A4 equal to 250 plus 50 equal to 300. അപ്പോൾ ഇവിടെ A2 minus A1 equal to 200 minus 150 equal to 50. A3 minus A2 equal to 250 minus 200 equal to 50. A4 minus A3 equal to 300 minus 250 equal to, ഇവിടെ കോമൺ ആയിട്ട് ഒരേ നമ്പർ തന്നെയാണ് ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ A2 minus A1 equal to A3 minus A2 equal to A4 minus A3. അപ്പോൾ ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സിൻസ് കോൺസിക്യൂട്ടീവ് ടേംസ് ഹാവ് സെയിം കോമൺ ഡിഫറൻസ്, ഹെൻസ് ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻവോൾവ് മേക്സ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് മണി ഇൻ ദ അക്കൗണ്ട് എവറി ഇയർ വെൻ ₹10,000 ഈസ് ഡിപ്പോസിറ്റഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 8% പെർ ആനുവലി 8%ൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഓരോ വർഷം ഉണ്ടാകുന്ന ഇൻക്രീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ചെയ്ത് നോക്കാം. ഇനീഷ്യൽ എമൗണ്ടിനെ A1 എന്നെടുക്കാം, ഈക്വൽ ടു അത് 10,000 ആണ്. എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ അതിനെ A2 എന്നെടുക്കുന്നു, ഈക്വൽ ടു. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എമൗണ്ട് A is equal to P into 1 plus R by 100 all raised to N. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പുകൾ വിശദീകരിക്കുന്നില്ല, അപ്പോൾ വീഡിയോ ഒരുപാട് ലെന്തായി പോകും. അത് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അരിത്തമെറ്റിക് സീക്വൻസിൽ മാത്രം അതിൻ്റെ ആൻസർ മാത്രം ചെയ്യും. അപ്പോൾ A2 ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ഒരു വർഷം കഴിയുമ്പോഴുണ്ടാകുന്ന എമൗണ്ട് 10,000 ഇൻറ്റു 1 പ്ലസ് 8% ആണ്, 8/100 ഓൾ റേസ് ടു, ഇവിടെ ഒരു വർഷമായിട്ട് 1 തന്നെ കൊടുക്കും, ഈക്വൽ ടു. ഇതിൻ്റെ ആൻസർ ഞാൻ മൊത്തമായിട്ട് സോൾവ് ചെയ്യുന്നതിൽ ആൻസർ എഴുതുന്നു. അത് 10,800 റുപ്പീസാണ്. ഈക്വേഷൻ പ്രകാരം 10,000 കൊടുക്കുക. ഇതിനെ 100 ഇൻറ്റു 1 100 പ്ലസ് 8, അപ്പോൾ 108 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 10,000 അങ്ങനെ ചെയ്താൽ കിട്ടും. അത് മുമ്പ് പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല.
അപ്പോൾ A2 കിട്ടി. ഇനി A3 എമൗണ്ട് ആഫ്റ്റർ 2 years, അത് A3 ആണ്. ഈക്വൽ ടു അത് 10,000 പ്ലസ് 1 പ്ലസ് 8/100 all raised to 2. അത് 11,664 ആണ്. എമൗണ്ട് ആഫ്റ്റർ 3 years, അതായത് A4 ആണ്. ഈക്വൽ ടു 10,000 1 പ്ലസ് 8/100 all raised to 3 after 3 years, equal to 12,597.1. Now A2 minus A1 equal to 10,800 minus 10,000 equal to 800. A3 minus A2 equal to 11,664 minus 10,800 equal to 864. ഇനി A4 minus A3 12,597.12 minus 11,664 equal to 933.12. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ഒന്നും ഒരേ നമ്പർ അല്ല കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെടുത്ത് എഴുതാം. A2 മൈനസ് A1 നോട്ട് ഈക്വൽ ടു A3 മൈനസ് A2 നോട്ട് ഈക്വൽ ടു A4 മൈനസ് A. Since consecutive terms have no common difference, hence the list of numbers involved does not make an arithmetic progression.